വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിൽ പുലി കടിച്ചു കൊണ്ടുപോയ 4.5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂരിലെ കോൺഗ്രസിൽ ഉടലെടുത്ത ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നാളെ ജില്ലയിൽ. ചാവക്കാട് വീണ്ടും കുറുനരിയുടെ ആക്രമണം. തെക്കൻ പാലയൂരിൽ സ്ത്രീകൾക്കുൾപ്പെടെ 3 പേർക്ക് കടിയേറ്റു. ചേർപ്പിൽ വളർത്തുകോഴികളെ തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നു. മുളുകുന്നത്തുകാവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. പ്രദേശത്ത് വൻ ഗതാഗത കുരുക്ക്. ചൊവ്വൂരിൽ സ്വകാര്യ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 സ്ത്രീകൾക്ക് പരിക്ക്. ജോലിക്കിടെ ഷോക്കേറ്റ് KSTB ജീവനക്കാരൻ മരിച്ചു. കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശി സുധാകരനാണ് മരിച്ചത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിൽ പുലി കടിച്ചു കൊണ്ടുപോയ 4.5 വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശി മനോജ് കുന്ദയുടെ മകൾ റുസ്നയുടെ മൃതദേഹമാണ് സമീപത്തെ തേയിലത്തോട്ടത്തിൽ നിന്ന് കണ്ടെത്തിയത്. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും പ്രദേശത്ത് എത്തിച്ചു നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 4 വയസ്സുകാരിയെ പുലി കടിച്ചുകൊണ്ടുപോയത്. കൂടുതൽ വിവരങ്ങളുമായി ജയൻ ചേരുന്നു. ജയൻ, എന്തൊക്കെയാണ് നിലവിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ? അവിടുത്തെ എന്താണ്? ഇന്ന് രാവിലെ 12:30 ആയിരുന്നു പുലി കടിച്ചുകൊണ്ടുപോയ സിരി എന്ന ബാലികയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ തേയില കുട്ടിയെ കൊണ്ടുപോയ തേയിലത്തോട്ടത്തിൽ നിന്നും ഏകദേശം 200 മീറ്റർ അകലെ മാത്രമായിരുന്നു വെച്ചാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. ഈ പ്രദേശം വനമേഖലയാണ്. ഇവിടെ വെച്ചാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വളരെ ഒരു ദയനീയമായ അവസ്ഥയിലായിരുന്നു മൃതദേഹം എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. മൃതദേഹത്തിന്റെ പകുതിയോളം ഭാഗം പുലി കടിച്ചിരുന്നു. മറ്റ് പല ഭാഗമെല്ലാം വികൃതമായ നിലയിലുമായിരുന്നു. മാരകമായ രീതിയിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഡോഗ് സ്ക്വാഡ്, അതുപോലെ വനപാലകർ, പോലീസ്, അതുപോലെ തോട്ടം തൊഴിലാളികൾ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു സംയുക്തമായാണ് ഇന്നലെ രാത്രി മുതൽ തെരച്ചിൽ നടന്നത്. പക്ഷെ ഇന്നലെ രാത്രി 8 മണിയോടെ തെരച്ചിൽ അവസാനിപ്പിച്ചു. കാരണം പരിസരത്തെ തേയിലത്തോട്ടത്തിലൊന്നും കുട്ടിയെ കണ്ടെത്താനായില്ല. തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും 6 മണിയോടെ തെരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. ഒരു 50ഓളം പേരടങ്ങുന്ന സംഘമാണ് പല സ്ഥലങ്ങളിലായും കുട്ടിക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയത്. മൃതദേഹം തന്നെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പൂർത്തിയാക്കി. ഇപ്പോൾ കോയമ്പത്തൂർ മൃതദേഹം എത്തിച്ചു എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പും ഇതുപോലെ 2 കുട്ടികളെ 2 ഘട്ടങ്ങളിലായി ഇതുപോലെ പുലി പിടിച്ചു വരുത്തിയിരുന്നു. ഈ സംഭവത്തോടെ വാൽപ്പാറയിൽ വീണ്ടും ജനങ്ങൾ ആശങ്കയിലായിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രിയങ്ക. ശരി ജയൻ. വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിൽ പുലി കടിച്ചുകൊണ്ടുപോയ 4.5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. ജനങ്ങളെല്ലാം തന്നെ കടുത്ത ആശങ്കയിലാണ്. അതുപോലെ തന്നെ കുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കടുത്തൊരു വനപ്രദേശമാണ് വാൽപ്പാറ എന്ന് പറയുന്നത് തന്നെ. മൃതദേഹത്തിന്റെ പകുതിയോളം ഭാഗം തന്നെ നഷ്ടപ്പെട്ട നിലയിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ജനങ്ങളും നാട്ടുകാരും തന്നെ ഈ ഒരു സാഹചര്യത്തോടനുബന്ധിച്ച് തന്നെ പ്രതിഷേധത്തിന് എത്തിയിട്ടുണ്ട്. തുടങ്ങിയ വിവരങ്ങളാണ് ജയൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നാളെ ജില്ലയിലെത്തും. തേറമ്പിൽ രാമകൃഷ്ണൻ, ജോസഫ് ടാജറ്റ്, TN പ്രതാപൻ, TV ചന്ദ്രമോഹൻ, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, അനിൽ അക്കര, PA മാധവൻ, O അബ്ദുറഹ്മാൻകുട്ടി, ജോസഫ് ചാലിശ്ശേരി എന്നീ നേതാക്കളുമായാണ് ചർച്ച. തൃശൂർ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നേതൃത്വം ഇടപെടുന്നതിന്റെ ഭാഗമായാണ് ദീപാദാസ് മുൻഷിയുടെ സന്ദർശനം. സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. അടുത്തിടെ തൃശൂരിലുണ്ടായ സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളും സമാന്തര നീക്കങ്ങളും നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുണ്ട്. തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ നഷ്ടമായത്, ഗുരുവായൂർ അർബൻ ബാങ്ക് പ്രസിഡന്റിന്റെ പുറത്താക്കൽ, കൊരട്ടിയിലെ കയ്യാങ്കളി തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉയർന്നുവന്നു. A ഗ്രൂപ്പ് നേതാക്കൾ രഹസ്യയോഗം ചേർന്നു. I ഗ്രൂപ്പിലെ ചില നേതാക്കൾ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും പരാതികൾ ഉയർന്നിട്ടുണ്ട്. DCC പ്രസിഡന്റായി ജോസഫ് ടാജറ്റ് ചുമതലയേറ്റിട്ട് അധികം നാളായിട്ടില്ല.
എന്നാൽ ടാജറ്റിനെ ലക്ഷ്യം വെച്ചും നീക്കങ്ങൾ നടക്കുന്നു. DCC നേതൃത്വം പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല എന്നാണ് ചിലരുടെ പരാതി. അനിൽ അക്കരയെ DCC തലപ്പത്ത് കൊണ്ടുവരാനുള്ള ആലോചനയും അണിയറയിൽ നടക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃശൂരിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം. അതിന്റെ ഭാഗമായാണ് ദീപാദാസ് മുൻഷി ജില്ലയിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. TCV തൃശൂർ. തെക്കൻ പാലയൂരിൽ വീണ്ടും കുറുനരിയുടെ ആക്രമണത്തിൽ 3 പേർക്ക് കടിയേറ്റു. മൂരാക്കൽ നിർമ്മല, കണ്ടംപുള്ളി വാസു, വന്നേരി ലളിത എന്നിവർക്കാണ് കടിയേറ്റത്. പാലയൂർ, തെക്കൻ പാലയൂർ മേഖലകളിൽ വ്യാപകമായ ആക്രമണമുണ്ടായത്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ്, താലൂക്ക് ആശുപത്രിയിൽ എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു. വീട്ടുമുറ്റത്ത് വെച്ചാണ് വാസുവിനെയും അയൽവാസിയായ നിർമ്മലയ്ക്കും കടിയേറ്റത്. ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ് NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, കൌൺസിലർമാരായ KV സത്താർ, സുപ്രിയ രാമചന്ദ്രൻ, ഷാഹിന സലീം എന്നിവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു. അക്രമകാരിയായ കുറുനരിയെ പിടികൂടാനുള്ള നടപടി ആരംഭിച്ചതായി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. ഇന്നലെ രാത്രി 2 വിദ്യാർത്ഥികളെയും തമിഴ്നാട് സ്വദേശിയെയും കുറുനരി ആക്രമിച്ചിരുന്നു. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം വളർത്തുകോഴികളെ തെരുവുനായ്ക്കൾ കൊന്ന നിലയിൽ കണ്ടെത്തി. മാടക്കായ് ജെയ്സൺ ആന്റണിയുടെ വീട്ടിലെ 50ഓളം കോഴികളെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. വീടിന്റെ പിന്നാലെ കോഴിക്കൂടിന്റെ ഇരുമ്പുകൂട് പൊളിച്ചാണ് നായ്ക്കൾ അകത്തു കടന്നത്. നേരത്തെയും കോഴികളെ നായ്ക്കൾ കടിച്ചു കൊന്നിരുന്നതായി വീട്ടുകാർ പറഞ്ഞു. മുളങ്ങത്തുകാവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. പ്രദേശത്ത് വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. തടി കയറ്റി വന്ന ലോറിയും കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കാർ ഡ്രൈവർ വടക്കാഞ്ചേരി സ്വദേശി മോഹനന് നിസ്സാര പരിക്കേറ്റു. ഇയാളെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ലോറി റോഡിൽ നിന്ന് മാറ്റാനാകാത്തതാണ് ഗതാഗതക്കുരുക്കിന് ഇടയാക്കിയത്. ഇതോടെ തൃശൂർ ഷൊർണൂർ റോഡിന്റെ ഇരുവശത്തേക്കും 2 കിലോമീറ്ററോളം ദൂരത്തിൽ വാഹനങ്ങൾ കുരുങ്ങിക്കിടന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മിനിറ്റുകൾക്കിടയിൽ നിരവധി ആംബുലൻസുകൾ പോകുന്ന പാതയാണ് ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. തൃശൂർ ചൊവ്വല്ലൂർ 5-ാം കല്ലിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി. 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. തൃപ്രയാറിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബസ് സ്റ്റോപ്പിന് സമീപത്തെ വൈദ്യുതി പോസ്റ്റും തകർന്നു. വൈദ്യുതി പോസ്റ്റിൽ നിന്ന് ഷോക്കേറ്റ് KSEB ജീവനക്കാരൻ മരിച്ചു. കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തഞ്ചിറ സ്വദേശി 42 വയസ്സുള്ള സുധാകരനാണ് മരിച്ചത്. കുമരനെല്ലൂർ മരക്കമ്പനി പരിസരത്ത് ജോലിക്കിടെ ഷോക്കേൽക്കുകയായിരുന്നു. ഷോക്കേറ്റ് കുടുങ്ങിയ ഇയാളെ ഫയർഫോഴ്സ് താഴെ എത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. KSRTC ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ യുവാവ് വീണ്ടും അറസ്റ്റിൽ. കോഴിക്കോട് സ്വദേശി സഫാദാണ് അറസ്റ്റിലായത്. ഈ മാസം 14-ന് മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ബസ്സിൽ വെച്ച് സവാദ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. യുവതി പരാതി പറഞ്ഞതോടെ തൃശൂർ പേരാമംഗലത്ത് വെച്ച് സവാദ് ബസ്സിൽ നിന്നിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. തൃശൂർ ഈസ്റ്റ് പോലീസ് പിന്തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2023-ൽ നെടുമ്പാശ്ശേരിയിൽ സമാന കേസിൽ സവാദ് അറസ്റ്റിലായിരുന്നു. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നത പ്രദർശിപ്പിച്ച സംഭവത്തിലായിരുന്നു അറസ്റ്റ്. അന്ന് അയാൾക്ക് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്വീകരണം നൽകിയ സംഭവം വിവാദമായിരുന്നു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാതായ സംഭവത്തിൽ ഉത്തരവാദിത്തമില്ലെന്ന് ക്ഷേത്ര ഉപദേശക സമിതി. ആഘോഷങ്ങൾ നടത്തുന്നതും ക്ഷേത്രത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളുമായാണ് ഉപദേശക സമിതിയുടെ ചുമതല. ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങളും പാത്രങ്ങളും മറ്റും സംരക്ഷിക്കേണ്ടത് ദേവസ്വം ഉദ്യോഗസ്ഥരും ജീവനക്കാരുമാണ്. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവുമെന്നും ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ജയൻ TCVയോട് പറഞ്ഞു. ഭഗവതിയുടെ ഒരു കിരീടം കാണാതായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. അത് പുതിയ ദേവസ്വം ഓഫീസർ സച്ചിൻ വർമ്മ ചാർജ് എടുക്കുമ്പോഴാണ് ഇത് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തി വളരെ
നല്ല രീതിയിലുള്ള അതിൻ്റെ ഇടപെടലുകളും അന്വേഷണങ്ങളും നടത്തി കുറ്റക്കാർക്കെതിരെ ആരായാലും കുറ്റക്കാരെന്ന് വെച്ചാൽ അതിനെതിരെ ശക്തമായ നടപടി ദേവസ്വം ബോർഡ് എടുക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പാൽ വില വർധന സംബന്ധിച്ച് മിൽമ ഉടൻ തീരുമാനമെടുക്കും. വില വർധനവ് സംബന്ധിച്ച് തൃശൂർ ഉൾപ്പെടെ എറണാകുളം മേഖലാ യൂണിയൻ നേരത്തെ ശുപാർശ നൽകിയിരുന്നു. ലിറ്ററിന് 10 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. തിരുവനന്തപുരം മലബാർ മേഖലാ യൂണിയനുകൾ അടുത്ത ആഴ്ച മിൽമ ചെയർമാന് ശുപാർശ സമർപ്പിക്കും. ഇതിനുശേഷം മിൽമ ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് തീരുമാനമെടുക്കും. ഭാരതം ലോകത്തിന് നൽകിയ അമൂല്യമായ സംഭാവനയാണ് യോഗ. യോഗയുടെ പ്രചാരണത്തിനായി ലോകം ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് യോഗ എന്ന പ്രമേയവുമായാണ് ഇത്തവണ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത്. നമ്മുടെ ആരോഗ്യം മാത്രമല്ല ഭൂമിയുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നുവെന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയത്തിൻ്റെ സവിശേഷത. ജീവിതത്തെയും പ്രകൃതിയെയും ഒരുപോലെ കൊണ്ടുപോകുക എന്നതാണ് ഈ ദിനാചരണം വിഭാവനം ചെയ്യുന്നത്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം നിലനിർത്താനായിട്ട് യോഗ പരിശീലിക്കുന്നു. മനസ്സിൻ്റെ ആരോഗ്യമാണ് ശരീരത്തിൻ്റെയും ആരോഗ്യം. മനസ്സിന് സമാധാനമുണ്ടെങ്കിൽ ശരീരത്തിനും സമാധാനവും സന്തോഷം കിട്ടും. എല്ലാവരുടെയും ആരോഗ്യമാണ് മനസ്സമാധാനത്തിന് ആവശ്യം. യുജ് എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് യോഗ എന്ന വാക്ക് രൂപം കൊണ്ടത്. ചേരുക, ഒന്നിക്കുക എന്നൊക്കെയാണ് ഇതിനർത്ഥം. ശാരീരിക വ്യായാമമായി മാത്രമല്ല, മനസ്സിൻ്റെ സമാധാനത്തിനും മാനസികവും ശാരീരികവും ആത്മീയവുമായ ഉണർവ് പ്രദാനം ചെയ്യുന്നതിനും യോഗ അത്യുത്തമമാണ്. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭയാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചത്. 2015 ജൂൺ 21 പ്രഥമ അന്താരാഷ്ട്ര യോഗാ ദിനം. 11ാം അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലുടനീളം യോഗാ സംഗമങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. 25,000-ലേറെ സംഘടനകളുടെ പിന്തുണയോടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദിനാചരണമാണ് ഇത്തവണ രാജ്യത്ത് നടക്കുന്നത്. ജില്ലയിലും വിപുലമായ യോഗാ സംഗമ പരിപാടികളാണ് ദിനാചരണത്തിൻ്റെ ഭാഗമായി നടക്കുന്നത്. TCV തൃശൂർ. BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. നമോഭവനിൽ നടന്ന ചടങ്ങിന് യോഗാചാര്യൻ അനീഷ് ഇയാൽ നേതൃത്വം നൽകി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ AN രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ജില്ലാ പ്രഭാരി MV ഗോപകുമാർ, സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ച് തോളൂർ പഞ്ചായത്തിൽ യോഗാ ദിനം ആചരിച്ചു. തോളൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പറപ്പൂർ രാജീവ് ഗാന്ധി സാംസ്കാരിക നിലയത്തിൽ നടന്ന യോഗാ ദിനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീന വിൽസൺ, സരസമ്മ സുബ്രഹ്മണ്യം, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശാലിനി ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കുനാഥൻ വർക്കേഴ്സ് ക്ലബ്ബും വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ യോഗാ ദിനം ആചരിച്ചു. വടക്കുനാഥൻ വർക്കേഴ്സ് പ്രസിഡന്റ് ഉണ്ണിമേനോൻ അധ്യക്ഷത വഹിച്ചു. യോഗ പരിശീലക സ്മിത സുരേഷ് ക്ലാസിന് നേതൃത്വം വഹിച്ചു. PM തോമസ്, ഗോപാലകൃഷ്ണൻ, ജോയ് ഡാനിയൽ, വിനോദ് തമ്പി എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ച് മുണ്ടത്തിക്കോട് സ്നേഹകൂടാരം കലാകായിക സാംസ്കാരിക വേദി യോഗാ പരിശീലനം നൽകി. ടി ജോസ്, സുദീപ് പന്തക്കൽ, രാജു മാരാത്ത്, രഞ്ജിത്ത് കളനികൽ എന്നിവർ നേതൃത്വം നൽകി. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. 300-ലേറെ പേർ പങ്കെടുത്തു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ P ഉദ്ഘാടനം ചെയ്തു. പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ VC ദീപു അധ്യക്ഷത വഹിച്ചു. സ്ഥാപനത്തിന്റെ ബയോകെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ N തമിഴ്സെൽവൻ തുടങ്ങിയവർ സംസാരിച്ചു. വലതുകാലം മാത്രം 90 ഡിഗ്രി ടേൺസ് യു. നിങ്ങളുടെ വലതുകാലം 90 ഡിഗ്രി ടേൺസ് യു. ഓക്കെ, കൈകള് എന്നിട്ട് പറ്റുന്ന കുട്ടികളൊക്കെ നന്നായി ചെയ്യും.
സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നടന്ന ധർണ KSTA തൃശൂർ ജില്ലാ പ്രവർത്തക സമിതി അംഗം PC സിംല ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ പ്രസിഡന്റ് OS ഷൈൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PM മോഹൻരാജ്, അജിത പടാരിൽ, ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി പൗർണമി വിനോദ് എന്നിവർ സംസാരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ബാംഗ്ലൂരിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടി ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വെള്ളിക്കുളങ്ങര സ്വദേശി പോൾദാസ് കിഴക്കേ പീടികയെ മറ്റത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പ്രസിഡന്റ് അശ്വതി വിബി ഉപഹാരം സമ്മാനിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈത്താരത്ത്, സെക്രട്ടറി M ശാലിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സനല ഉണ്ണികൃഷ്ണൻ, ഷൈബി സജി, പഞ്ചായത്ത് അംഗങ്ങളായ KR ഔസേബ്, KS ബിജു തുടങ്ങിയവർ സന്നിഹിതരായി. തൃശൂർ പബ്ലിക് ലൈബ്രറിയും മലയാള ഐക്യവേദിയും സംയുക്തമായി മാതൃഭാഷയും വൈജ്ഞാനിക സമൂഹ നിർമ്മിതിയും എന്ന വിഷയത്തിൽ സംവാദവും സംഘടിപ്പിച്ചു. പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന സംവാദം Dr. PV കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ജോൺ സിറിയക്, Dr. ആദർശ് രവി, Dr. CV സുധീർ, Dr. PR രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ എടത്തുരുത്തി പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. 160ഓളം പേർ കഴിയുന്ന ചാമക്കാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് സന്ദർശനം നടത്തിയത്. എടത്തുരുത്തി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ രൂക്ഷമായ വെള്ളക്കെട്ടിനെ തുടർന്നാണ് ചാമക്കാലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത്. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, PM ഹകമത്ത്, ഷീന വിശ്വൻ, പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇന്ന് ലോക സംഗീത ദിനം. പാട്ടുകൾ കൊണ്ട് അരങ്ങുവാഴുന്ന സംഗീത കുടുംബത്തെ പരിചയപ്പെടാം. കൈകുടന്ന നിറയെ തിരുമധുരം തരും കുറുനിളം തൂവൽ കിളിപ്പാട്ടുമായി. പൊതുപ്രവർത്തകനും ഗായകനുമായ അച്ഛൻ, നാടൻ പാട്ടുകൾ പാടി അരങ്ങു തകർക്കുന്ന അമ്മ, റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ യുവഗായകനായ മകൻ. എടത്തിരുത്തിയിലെ 3 അംഗ സംഗീത കുടുംബത്തിന്റെ വിശേഷണങ്ങൾ ഇങ്ങനെയാണ്. സംഗീതത്തെ ജീവന് തുല്യം സ്നേഹിക്കുകയാണ് ഈ 3 പേരും. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും പൊതുപ്രവർത്തകനും ഗായകനുമായ AV സതീഷാണ് ഈ സംഗീത കുടുംബത്തിലെ നായകൻ. നാടൻ പാട്ടുകളിലൂടെ വിദേശത്തും സ്വദേശത്തും സംഗീതാസ്വാദകരിൽ ലഹരി പടർത്തിയ ഭാര്യ രേഖയും, സംഗീതം അഭ്യസിക്കാതെ റിയാലിറ്റി ഷോയിൽ പാട്ടിനെ കീഴടക്കിയ മകൻ അമൻ സഖയുമാണ് പാട്ടുകുടുംബത്തിലെ മറ്റംഗങ്ങൾ. ഞങ്ങൾ നിരവധി വർഷങ്ങളായിട്ട് സംഗീത ലോകത്ത് ജീവിക്കുന്നു. നാടൻ പാട്ട് പെർഫോമൻസിലൂടെ ഭാര്യയും സിനിമ സംഗീതത്തിലൂടെ അമൻ സഖയും നല്ല നിലയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് നാടൻ പാട്ടാണ് പെർഫോം ചെയ്യാറ്. നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വരത്തിന് ചേർന്ന്, എൻ്റെ ഒരു ശബ്ദത്തിന് ചേർന്ന നാടൻ പാട്ടാണെന്നുള്ളൊരു ബോധമാണ് എന്നെ ആ വഴിയിലേക്ക് എത്തിച്ചത്. സമാധാന പുസ്തകം എന്ന സിനിമയിൽ ഒരു ഗാനം അമൻ സഖയുടെ ശബ്ദത്തിലാണ്. തമിഴ്നടൻ ധനുഷിന്റെ റിലീസിനൊരുങ്ങുന്ന കുബേര എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്ത് അഭിനയ രംഗത്തും അമൻ സഖ കയ്യൊപ്പ് ചാർത്തിക്കഴിഞ്ഞു. കവിളത്തു നിന്റെ ചിരി കാത്തിടാനിതുവഴി ഞാൻ. ഇപ്പോൾ റെഡ് ക്യാപ് ഫോക്ക് ബാൻഡ് എന്ന നാടൻ പാട്ട് ട്രൂപ്പിന്റെ അമരക്കാരനാണ് AV സതീഷ്. പൊതുപ്രവർത്തന രംഗത്ത് തിരക്കുകളേറെയുണ്ടെങ്കിലും സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം ഗാനമേള വേദികളിലും സംഗീത അധ്യാപന രംഗത്തും ഇദ്ദേഹം നിറസാന്നിധ്യമാണ്.
ഒരു സംഗീത ദിനം കൂടി കടന്നു പോകുമ്പോൾ ഒരേ വേദിയിൽ 3 പ്രതിഭകൾ ഒരുമിക്കുന്ന സംഗീത വിരുന്നിന് സാക്ഷികളാകാൻ കാത്തിരിക്കുകയാണ് സംഗീത ലോകം. TCV കയ്പമംഗലം. കോടാലി കൊരേച്ചാൽ ശ്രീദുർഗ ക്ഷേത്ര മൈതാനിയിലെ ഒരേക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. 2000-ഓളം ചെണ്ടുമല്ലി തൈകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം മറ്റത്തൂർ കൃഷി ഓഫീസർ ഡോക്ടർ VU ദിവ്യ നിർവഹിച്ചു. ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് കൊച്ചുണ്ണി കെ കർത്ത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ശാന്തി ബാബു, ക്ഷേത്ര സമിതി സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, മറ്റത്തൂർ കൃഷിഭവൻ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് EV സിബിൻ തുടങ്ങിയവർ സംസാരിച്ചു. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ സംയുക്ത ഊട്ടുതിരുനാളിന് വികാരി ഫാദർ ടൈറ്റ്സ് കുന്നപ്പള്ളി കൊടിയേറ്റി. കൈക്കാരന്മാരായ ഡേവീസ് പുത്തൂർ, ദാസ് കുരുതുകുളങ്ങര, CJ ജോഫി എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 29-നാണ് ഊട്ടുതിരുനാൾ. മറ്റത്തൂർ സെന്റ് ജോസഫ് UP സ്കൂളിൽ വായനവാരാചരണത്തിന്റെ ഭാഗമായി വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി ക്ലാസ് നയിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കുമാരനാശന്റെ തള്ളയും കുഞ്ഞും എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരവും ഉണ്ടായി. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ പത്രപ്രദർശനം നടത്തി. കേരളത്തിൽ 25 വർഷങ്ങളായി പുറത്തിറങ്ങിയ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള പത്രങ്ങളിലെ പ്രധാന വാർത്തകളുടെ ശേഖരണമാണ് പ്രദർശനത്തിനായി തിരഞ്ഞെടുത്തത്. വട്ടേനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജേർണലിസം അധ്യാപകനായ പ്രദീപിന്റെ ശേഖരത്തിലുള്ളതാണ് പത്രത്താളുകൾ. സ്കൂൾ പ്രിൻസിപ്പൽ R ഗോപകുമാർ, PTA പ്രസിഡന്റ് AB ഷാജു, സൗഹൃദ ക്ലബ് കോർഡിനേറ്റർ AS അസ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്റേണൽ സെറ്റിൽമെന്റ് മുൻകാല പ്രാബല്യത്തോടെ എത്രയും വേഗം പുതുക്കുക, ഫെഡറൽ ബാങ്കിന്റെ നവസ്വകാര്യ ബാങ്കിംഗ് നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറൽ ബാങ്ക് സ്റ്റാഫ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. BFI സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെറിൻ കെ ജോൺ ധർണ ഉദ്ഘാടനം ചെയ്തു. ഫെഡറൽ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ കേന്ദ്ര കമ്മിറ്റി അംഗം T വൃന്ദ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വിനിത, VK ജയരാജൻ, TT അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷന്റെയും സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയുടെയും അയ്യന്തോൾ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ യോഗാദിനം ആചരിച്ചു. കോർപ്പറേഷൻ ഒളരിക്കര സോണൽ ഓഫീസിൽ നടന്ന ദിനാചരണം കൌൺസിലർ സജിത ഷിബു ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അനിത സുകുമാർ അധ്യക്ഷത വഹിച്ചു. RK രേവതി യോഗാ സന്ദേശം നൽകി. കൌൺസിലർമാരായ N പ്രസാദ്, ശ്രീലാൽ ശ്രീധർ, K രാമനാഥൻ, ലാലി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി കുടുംബശ്രീയുടെ ഓണം നിറവ് പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി പച്ചക്കറി തൈകളുടെ വിതരണം നടത്തി. 10,000 തൈകളാണ് പഞ്ചായത്തിൽ കുടുംബശ്രീ വഴി വിതരണം ചെയ്യുക. സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ രാധാമണി അധ്യക്ഷത വഹിച്ചു. മുംതാസ് റംജു, ലളിത സന്ദീപ്, ഗ്രേസി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ചെണ്ടുമല്ലി കൃഷിയാണ് അതിലും മനോഹരമായി നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൊയക്കാവ് തിരുഹൃദയ ദേവാലയത്തിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ജെയ്സൺ തെക്കുംപുറം കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജോസ് തത്രത്തിൽ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികനായി. തുടർന്ന് ദിവ്യബലിയും ലത്തീനും നൊവേനയും നേർച്ച വിതരണവും നടന്നു. ഈ മാസം 29-നാണ് ഊട്ടുതിരുനാൾ. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. പൊതുയോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ അധ്യക്ഷനായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MJ ബിനോയ്, P മോഹൻദാസ്, S ബസന്തലാൽ, KM അഷ്റഫ്, PS പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗതം പറഞ്ഞ സഖാവ് ബിനോയിയും അധ്യക്ഷൻ സഖാവ് മാഷും ഇന്നത്തെ യുദ്ധവിരുദ്ധ റാലിയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴിയും 5 ദിവസത്തിനുള്ളിൽ നീക്കി തുടങ്ങുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചു. പുല്ലഴി ചെറിയ
ചെറിയ പാലത്തിൽ ചണ്ടിയും കുളവാഴിയും അടിഞ്ഞതോടെ കനാൽ ബണ്ടുകൾ പൊട്ടി പാടത്തേക്ക് വെള്ളം ഒഴുക്കുമെന്ന സാഹചര്യത്തിൽ പുല്ലഴി കോൾ കർഷക സംഘം കഴിഞ്ഞ ദിവസം മേജർ ഇറിഗേഷൻ ഓഫീസ് ഉപരോധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇടപെട്ട് സബ് കളക്ടർ അഖിൽ വി മേനോന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് 5 ദിവസത്തിനുള്ളിൽ ചണ്ടികളും കുളവാഴകളും ട്രൈജർ ഉപയോഗിച്ച് നീക്കിത്തുടങ്ങുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചത്. ചണ്ടി നീക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ തൽക്കാലം സമരം അവസാനിപ്പിക്കുന്നതായി പുല്ലഴി കോൾ കർഷക സംഘം സെക്രട്ടറി കോളങ്ങാട്ട് ഗോപിനാഥൻ പറഞ്ഞു. പുല്ലഴി ചെറിയ പാലത്തിന്റെ തൂണുകളിൽ ചണ്ടിയും കുളവാഴകളും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയും നൽകിയിരുന്നു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,235 രൂപ, പവന് 73,880 രൂപ, വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,398 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിൽ പുലി കടിച്ചു കൊണ്ടുപോയ 4.5 വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂരിലെ കോൺഗ്രസിൽ ഉടലെടുത്ത ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നാളെ ജില്ലയിൽ. ചാവക്കാട് വീണ്ടും കുറുനരിയുടെ ആക്രമണം. തെക്കൻ പാലയൂരിൽ സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർക്ക് കടിയേറ്റു. ചേർപ്പിൽ വളർത്തുകോഴികളെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നു. മുളങ്ങുന്നത്തുകാവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. പ്രദേശത്ത് വൻ ഗതാഗതക്കുരുക്ക്. ചൊവ്വൂരിൽ സ്വകാര്യ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 സ്ത്രീകൾക്ക് പരിക്ക്. ജോലിക്കിടെ ഷോക്കേറ്റ് KSCB ജീവനക്കാരൻ മരിച്ചു. കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശി സുധാകരനാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.